നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ജഗനോട് മാപ്പ് ചോദിച്ചിട്ട് നീ എന്നോട് മിണ്ടിയാ മതി. അമ്മ പറഞ്ഞതാ ശരി. ചേച്ചി ഇത് ചെയ്തേ പറ്റൂ. സ്വന്തം സഹോദരനെ തല്ലുന്നത് കണ്ട സഹോദരിക്ക് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടാവും. അമ്മയുടെ മുമ്പിൽ വെച്ച് വന്ദനേച്ചി മനോജിനെ തല്ലുന്നത് കണ്ട അമ്മയ്ക്ക് ദേഷ്യമൊന്നും തോന്നില്ലേ? പക്ഷാഭേദം ആർക്കും നല്ലതല്ല. പക്ഷാഭേദമൊന്നും ഇല്ല ഹരിതേ. അങ്ങനെ പക്ഷാഭേദം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ജഗനോട് മാപ്പ് പറയായിരുന്നോ? വന്ദനെ, നീ ചെയ്തത് വലിയ തെറ്റായിപ്പോയി. ജഗനെ പോലെ നല്ലൊരു ചെറുപ്പക്കാരൻ ഈ നാട്ടിലുണ്ടാവില്ല. എനിക്കറിയാം ജഗനെ, നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പലതും ചെയ്തിട്ടുള്ളവനാ ജഗൻ. പോലീസുകാരിന്ന് കോടതി കേട്ടാതെ നിന്നെ രക്ഷിച്ചതാരാ? ജഗൻ ഇല്ലായിരുന്നെങ്കിൽ നീ ഇപ്പൊ പെരുങ്കള്ളിയായി ടിവിയിലും പത്രത്തിലും ഒക്കെ ന്യൂസ് വന്ന് അകത്ത് കിടക്കേണ്ടി വന്നേനെ. അതിന്റെ ഒരു നന്ദിയെങ്കിലും നിനക്കില്ലാതെ പോയല്ലോ. വലിയ കഷ്ടായി പോയി. നീ പ്രായശ്ചിത്തം ചെയ്യണം. നീ ജഗന്റെ വീട്ടിൽ പോയി അവനോട് പരസ്യമായി മാപ്പ് പറയണം. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഐക്യം നിലനിർത്താൻ വേണ്ടി നീ അത് നിർബന്ധമായും ചെയ്തിരിക്കണം. നീ എന്തൊന്നും മിണ്ടാത്ത? മാപ്പ് പറയാനൊന്നും എനിക്ക് കഴിയില്ല. അമ്മ വിചാരിക്കുന്നത് പോലെ അത്രയ്ക്ക് മാന്യനൊന്നുമല്ല ജഗൻ. അവൻ എന്നോട് കാണിച്ചത് നിർത്ത. എല്ലാ മക്കളോടും ഉള്ളതിനേക്കാൾ കൂടുതൽ സഹതാപവും പരിഗണനയും ഞാൻ നിന്നോട് കാണിച്ചിട്ടുണ്ട്. അതിൽ പിടിച്ച് നീ അമ്മയുടെ പോരാട്ടത്തിന് നിൽക്കരുത്. ജഗനോട് മാപ്പ് ചോദിച്ചിട്ട് നീ എന്നോട് മിണ്ടിയാ മതി. അമ്മ പറഞ്ഞതാ ശരി. ചേച്ചി ഇത് ചെയ്തേ പറ്റൂ. ഒരു പുരുഷനെ തല്ലിയിട്ട് ഞാനാ ശരിയെന്നുള്ള ഭാവം ചേച്ചിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. കൂടുതല് ആപത്തുകൾ ക്ഷണിച്ചു വരുത്തരുത്. ചിലപ്പോ താങ്ങാൻ പറ്റിയില്ലെന്ന് വരും. വാ ഇങ്ങോട്ട്. ജഗനാണ് എന്നെ കിഡ്നാപ്പ് ചെയ്തതെന്ന് ഞെട്ടിക്കുന്ന സത്യം തുറന്നു പറയാൻ എനിക്ക് അവസരം കിട്ടുന്നില്ലല്ലോ. ജഗനങ്ങളെ തല്ലണ്ടായിരുന്നു. അങ്കിള് പാവാ. ഒരു പുരുഷനെ തല്ലിയിട്ട് ഞാനാ ശരിയെന്നുള്ള ഭാവം ചേച്ചിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. കൂടുതല് ആപത്തുകൾ ക്ഷണിച്ചു വരുത്തരുത്. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഐക്യം നിലനിർത്താൻ വേണ്ടി നീ അത് നിർബന്ധമായും ചെയ്തിരിക്കണം.
ഇത്രത്തോളം സൽസ്വഭാവവും സ്നേഹമുള്ള ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടിട്ടില്ല. മോഷണ കുറ്റം ചുമത്തി വന്ദനയെ അറസ്റ്റ് ചെയ്തപ്പോ അവളുടെ ജീവിതം തന്നെ തകർന്നെന്ന് കരുതി തളർന്നുപോയവളല്ലേ ഞാൻ. എന്നിട്ട് പുഷ്പം പോലെ അവളെ രക്ഷിച്ചവനല്ലേ ജഗൻ? കള്ളി എന്ന ദുഷ്പേര് മാറ്റിയവന്റെ കർണത്തടിക്കാവോ? കർണത്തടിച്ചവളുടെ കൈ അടിച്ചൊടിക്കാൻ കെൽപ്പുള്ളവനാണ് ജഗൻ. ഏത് ശിക്ഷയിൽ നിന്നും തലയൂരാനുള്ള സ്വാധീനമുണ്ട്. എന്നിട്ടും അവൻ കൈയും കെട്ടി നോക്കി നിന്നു. ഇങ്ങനെ ഇരുന്ന് വിഷമിക്കാനല്ലേ എനിക്ക് പറ്റൂ? എടോ, അയ്യോ, എന്താ എന്താ ഹരിതേ പ്രശ്നം? 16 അടിയന്തരം. ഞാൻ പറഞ്ഞ കൂടി പോവും. മോണം കെട്ടവൻ. നീ കാര്യം എന്തെന്ന് പറ ഹരിതേ. എന്റെ സഹോദരൻ അപമാനിക്കപ്പെടാൻ കാരണം നീയല്ലേ? എന്നിട്ടും ഇങ്ങനെ പോത്തിനെ പോലെ കിടന്നുറങ്ങാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു? അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ മനഃപൂർവ്വം വണ്ടി ചരിച്ച് ദിയമോളെ വീഴ്ത്തിയതൊന്നും അല്ല. വണ്ടി ഗട്ടറിൽ വീണ് ചെറുതായി ഒന്ന് ചെരിഞ്ഞു. ദിയമോള് ബലമായി പിടിച്ചിട്ടുണ്ടെന്നല്ലേ ഞാൻ വിചാരിച്ചത്. അവള് മറ്റെന്തോ ആലോചിച്ച് അലക്ഷ്യമായിട്ട് ഇരിക്കുമായിരുന്നു. ഇപ്പൊ ദിയമോൾക്കാണോ കുറ്റം? അങ്ങനെയല്ല, കുറ്റം എന്റെ തന്നെയാ. അതിന് നീ എന്റെ ഉറക്കം കെടുത്തുന്നത് എന്തിനാ ഹരിതേ? സംഭവിച്ചത് സംഭവിച്ചു. എന്റെ ഏട്ടന്റെ കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാവാതെ നീ സമാധാനമായിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങണ്ട. ഗർഭിണിയായ ഭാര്യ ഉറക്കളച്ചിരിക്കുമ്പോ നീ ഇപ്പൊ അങ്ങനെ ഉറങ്ങി സുഖിക്കണ്ട. കരുണാകരക്കുറുപ്പിന്റെ മകൻ അങ്ങനെ തരം താഴേണ്ട കാര്യമൊന്നുമില്ല. ജഗനേക്കാൾ മഹത്വമൊന്നും വന്ദനയ്ക്കില്ലെന്ന് വന്ദനയ്ക്കൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.